ഇന്ന് ഞാൻ നിങ്ങളെ സംഹരിക്കും. നാഗലോകത്തെ മുഴുവനും നശിപ്പിക്കും ഞാൻ. അച്ഛാ, നമുക്കിവരെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഇവരെ ഇല്ലാതാക്കി കളയാം. അങ്ങനെ ആവട്ടെ അജിത്തെ, ഇവരെ നശിപ്പിച്ചു കളഞ്ഞേക്കൂ. അജിത്, മുതലാളി, ഈ വഴി കൂടി നമ്മൾ മുമ്പ് വന്നതുപോലൊരു ഓർമ്മ. ഇത് ഏതാ ഈ സ്ഥലം? 23 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നാഗമാണിക്യം സ്വന്തമാക്കാൻ വേണ്ടി ഈ വഴിയാണ് വന്നത്. ആദിശേഷനും നാഗറാണിയും ഇവിടെ തന്നെ ഉണ്ടാവൂ? അതെ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് വേണ്ടതും അത് തന്നെയാ. 23 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ വെച്ചാണോ ആദിശേഷനെ ഇല്ലാതാക്കിയത്, ഇപ്പൊ അതേ സ്ഥലത്ത് തന്നെ ആദിശേഷനെയും അവന്റെ പ്രണയിനെയും ചേർത്തില്ലാതാക്കും നമ്മൾ. മുതലാളി, അച്ഛാ, എന്തിനാണ് എന്നെ തടഞ്ഞത്? മനുഷ്യരുടെ വാസന വരുന്നുണ്ട്. ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടേക്ക് ആര് വരാനാണ് സാധ്യത? ഏതോ 2 പേര് ഈ ദിശയിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രകാസ, നീ വേഗം പോയി അവരെ തടയേ. അങ്ങനെയാവട്ടെ. വീട്ടില് ഗരുഡൻ പ്രവേശിച്ചതുകൊണ്ട് വീട് അശുദ്ധമായിട്ടുണ്ട്, അതൊക്കെ ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞതും അവൻ തന്നെയാ. എന്നിട്ട് അവനെന്താ ഇതുവരെ വരാത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്ത പേടിയുണ്ട് എനിക്ക്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കത്തിച്ചു വെച്ച ദീപവും അണഞ്ഞുപോയി. അദ്ദേഹം ആണെങ്കിൽ ഇപ്പൊ എവിടെ ഉള്ളേന്ന് പോലും അറിയില്ല. തൃശ്ശൂര് ശിവാനി ഇവിടെ ഇല്ല. എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന പേടി. സമാധാനമായിട്ടിരിക്കും ദമയന്തി. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനെങ്ങനെ ആലോചിക്കുന്നേ? നോക്ക്, നമ്മൾ അമ്പലത്തിലാണുള്ളത്. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. മുത്തശ്ശി, ത്രിവിക്രമൻ വന്നു. ഡാ, നീ എവിടെ പോയിരിക്കായിരുന്നു? നിന്നെ കാണാത്തോണ്ട് നിന്റെ അമ്മ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? ഞങ്ങളുടെ കൂടെ തന്നെ വരാതിരുന്ന എന്താ? മുത്തശ്ശി, നിങ്ങളെല്ലാരും ഒന്നിച്ചിവിടെ എത്തിയില്ലേ, പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്നാൽ അമ്പലത്തിൽ വരാൻ പറഞ്ഞത് നിന്റെ അച്ഛനാ. എന്നിട്ട് അദ്ദേഹം ഇതുവരെ വന്നില്ലല്ലോ. ഡാഡി ഇതുവരെ വന്നില്ലെന്നോ? വെയിറ്റ്, ഞാനൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. നോട്ട് റീച്ചബിൾ എന്നാണല്ലോ പറയുന്നത്. എന്തിനാ അമ്മേ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മളെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? ഈ സമയത്ത് തന്നെ പോണമായിരുന്നു. വീട്ടിലാണെങ്കിൽ അപശകുനവും നടന്നിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ച? ചേച്ചേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ഒന്ന് ക്ഷമിക്ക്. തിരുമേനി, പറയൂ അമ്മേ. ശാസ്ത്രികളുണ്ടോ ഇവിടെ? ഉണ്ടമ്മേ. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമായിരുന്നു. അവരെ കൊണ്ട് രാശി ഒന്ന് നോക്കിപ്പിക്കണം. എന്നാൽ അവരാരോടും സംസാരിക്കില്ല അമ്മേ. സംസാരിക്കണമെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. പുണ്യം ചെയ്തിരിക്കണം അമ്മേ. അമ്മേ, എന്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത സമയദോഷമാണമ്മേ. വീട്ടിലുള്ള ആർക്കും ഒരു അപകടവും സംഭവിക്കാതെ കാത്തോളണേ. മുതലാളി, ദാ ഗരുഡ പക്ഷി. എല്ലാം ഭൈരവ ബാബ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. എന്റെ മറ്റൊരു ശത്രു കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവറ്റകളുടെ എല്ലാം കഥ ഇന്ന് അവസാനിപ്പിക്കണം. ആരൊക്കെ തടസ്സമായി വന്നാലും ജീവൻ പോകുമെന്നുള്ളത് ഉറപ്പാ. മുതലാളിക്ക് ഇത്രയും ശക്തി എവിടുന്ന് കിട്ടി? അഞ്ച് പക്ഷികളും ഒരുമിച്ചുണ്ടല്ലേ? വന്നാട്ടെ വന്നാട്ടെ. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് എന്റെ മുമ്പിൽ വരുത്തിയത് തന്നെ ഭൈരവ ബാബയാണ്. എന്റെ എല്ലാ ശത്രുക്കളും ഒരേ ദിവസം ചാവുമെന്ന് ഉറപ്പാണ്.
രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. മുതലാളി, ഈ സ്ഥലം അത്ര പന്തിയില്ലെന്ന് തോന്നുട്ടോ. ദുരിതങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വാ, നമുക്ക് മടങ്ങിപ്പോവാം. മടങ്ങിപ്പോകാനോ? ഞാൻ വന്നത് ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കി അവനെ കൊല്ലാൻ വേണ്ടിയാണ്. മുതലാളി, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നാ. ഇതേപോലെ ഒരിക്കൽ നാഗമലയിൽ പോയപ്പോ എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നതാ. പക്ഷെ അതുപോലെ ഇവിടെ നിന്ന് ഇപ്രാവശ്യം തീർച്ചയായും പ്രാണൻ പോകും. പക്ഷെ നമ്മുടേതല്ല, ആ നാഗറാണിയുടെയും ആദിശേഷന്റെയും. അവരേത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, പുകച്ച് പുറത്തു ചാടിക്കും ഞാൻ. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ബാബ തന്നുവിട്ടിരിക്കുന്ന ചൂർണമുണ്ട്. ഈ ചൂർണത്തെ പിന്തുടർന്ന് പോയാൽ ആ നാഗറാണിയും ആദിശേഷനും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം. ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൈകൊണ്ട് മരിച്ച ആദിശേഷൻ 23 വർഷങ്ങളായി എന്നോട് പകരം വീട്ടാൻ നടക്കുന്ന നാഗറാണി. രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടി. മുതലാളി, ഇവരാണോ ഇച്ഛാധാരി നാഗങ്ങൾ? തീർച്ചയായും ഇവര് തന്നെയാണ് നന്ദീശ. ഭൈരവ ബാബ തന്നുവിട്ട ചൂർണം ഇവരെയാണ് കാണിച്ചു തന്നത്. ഇവരുടെ കഥ കഴിച്ചാൽ നമ്മുടെ 2 ശത്രുക്കൾ അതോടെ ഇല്ലാതാവും. മുതലാളി, രണ്ടുപേര് വീണ് കിടക്കണല്ലോ ഇവിടെ. ബോധമുണ്ടെന്ന് തോന്നുന്നില്ല. ഭൈരവ ബാബ പറഞ്ഞു വിട്ടത് ഓർമ്മയില്ല നന്ദീശ. നമ്മുടെ എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് ചേർക്കുമെന്ന്. ഗരുഡപക്ഷികൾക്കും ഈ ഇച്ഛാധാരി നാഗങ്ങൾക്കിടയിലും എന്തോ ഒരു കലഹം നടന്നിട്ടുണ്ട്. അതിൽ ഈ ആദിശേഷനും നാഗറാണിയും അവരുടെ ശക്തി നഷ്ടപ്പെട്ട് ബോധരഹിതരായി ഇവിടെ കിടക്കുകയാണ്. മുതലാളി, രണ്ടുപേരും വേഗം കൊന്നേക്ക്. അത്ര എളുപ്പത്തിലോ? ഞാൻ വന്നിരിക്കുന്നത് ഇവരെ കൊന്നുകളയാൻ വേണ്ടി മാത്രമല്ല, ആദിശേഷൻ തൃശൂലല്ല എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയാണ്. തൃശൂലല്ല മുതലാളി, എന്റെ വിശ്വാസം തെറ്റാൻ ഒരു വഴിയുമില്ല. കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, നോക്കാം നമുക്ക്. ശിവാനി. മുതലാളി, ഇച്ഛാധാരി നാഗം ശിവാനിയാണെന്നോ? 23 വർഷമായി നമ്മുടെ നേരെ പകവീട്ടാൻ കാത്തിരുന്നത് ഇവളാണെന്നോ? എന്നോട് പ്രതികാരം ചെയ്യാനായി എന്റെ മരുമകളായി അല്ലേ നീ? എന്ത് കാര്യമാണ് നടന്നത് നന്ദീശ? ശത്രുവിനെ മടിയിൽ വെച്ച് നാട് മുഴുവൻ തിരഞ്ഞില്ലേ? ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. ഈ ഇച്ഛാധാരി നാഗങ്ങളുടെ കഥ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം. നിന്റേത് മാത്രമല്ല, നിന്റെ കൂടെ കിടക്കുന്ന ഈ ആദിശേഷന്റെ പ്രാണനും കൂടി. തൃശൂൽ, നീ ഇത് കണ്ടില്ലേ നന്ദീശ? തൃശൂല് തന്നെയാണോ ആദിശേഷൻ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല മുതലാളി. ഇതെങ്ങനെ സംഭവിച്ചു? മുതലാളി കണ്ടതും മറിഞ്ഞതുമായ എല്ലാ സ്വപ്നങ്ങളും ഇപ്പൊ സത്യമായില്ലേ മുതലാളി?
എന്താ നന്ദീശ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്റെ സ്വന്തം മകൻ തന്നെ എന്റെ ശത്രുവായി മാറി. എന്നോട് പ്രതികാരം ചെയ്യാനായി എന്റെ മകനായിട്ട് തന്നെ ജനിച്ചല്ലോ നീ. 23 വർഷങ്ങൾ ഇവൻ നിന്റെ കൂടെയാ വളർന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയപ്പോ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ? പക്ഷെ ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നവനായിരുന്നു. ഇവനാണ് നമ്മളെ കൊല്ലാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ഇതാണ് നാഗങ്ങളുടെ ശക്തി നന്ദീശ. അവർക്ക് ആരുടെ രൂപത്തിൽ വേണമെങ്കിലും ആരുടെ മേൽ വേണമെങ്കിലും പക തീർക്കാൻ സാധിക്കും. തവക്കൽ റഹ്മാൻ ആദിശേഷനെ വിളിച്ചപ്പോൾ എനിക്കത് മനസ്സിലായതാ. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ സ്വപ്നത്തിൽ നീ എന്നെ കൊല്ലാൻ വന്നപ്പോൾ പോലും നീയാണ് ആദിശേഷൻ എന്ന് ഞാൻ വിശ്വസിച്ചില്ല. മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നീ ആദിശേഷനല്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. എന്റെ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് നന്ദീശ. പക്ഷേ എന്റെ മകനും മരുമകളും അല്ലേ ഇപ്പൊ എന്റെ ശത്രുക്കൾ? ഇല്ല, എന്റെ ശത്രു ആരായാലും എന്റെ ശത്രു തന്നെയാണ്. നാഗങ്ങളുടെ ദേഷ്യത്തിന് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തതുപോലെ എന്റെ ദേഷ്യത്തിനും ബന്ധങ്ങളുടെ വില ഞാൻ കൽപ്പിക്കാൻ പോകുന്നില്ല. ഇവരെ ഇപ്പൊ തന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. മുതലാളി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കട്ട് ചെയ്തേക്ക് നന്ദീശ. മുതലാളി വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. എന്തോ അർജൻസി ഉണ്ട്, ഒന്ന് സംസാരിക്കേ. ഹലോ, എന്തിനാ ഇങ്ങനെ പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ കാര്യം? നിങ്ങൾ ഇത് എവിടെയുള്ളത്? ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ വന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യാ. ഞാൻ വരാന്ന് പറഞ്ഞല്ലേ, നീ വെച്ചിട്ട് പോകാൻ നോക്ക്. എത്ര സമയം എടുക്കും വരാൻ? തൃശ്ശൂര് ശിവാനി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ ശിവാനി തൃശ്ശൂലും അവിടെ ഉണ്ടെന്നോ? ഓ, അവര് നേരത്തെ വന്നു. കള്ളം പറയണ്ട. ഞാനെന്തിനാ കള്ളം പറയുന്നേ? വിശ്വാസം ഇല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. എന്ത് പറ്റി മുതലാളി? ശിവാനി തൃശ്ശൂലും അവിടെ അമ്പലത്തിലുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരോ? അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തെ. ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നെറ്റ്വർക്കും പോയി. ഞാനിപ്പോ വരാം. ദമയന്തി, ദമയന്തി, നീ കേൾക്കുന്നുണ്ടോ? വന്ന് വന്ന് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലല്ലേ? ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം അവർക്ക്. ഞാനിപ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. നീ ഫോൺ കൊടുക്ക്. ആയിക്കോട്ടെ, നിക്ക്. തൃശൂൽ, നിന്റെ അച്ഛനെ വിളിക്കുന്നത്. അച്ഛന് നിന്നോട് സംസാരിക്കണമെന്ന്. ഹായ് അച്ഛാ, ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇനി എത്താൻ എത്ര സമയം എടുക്കും? വരുന്നു. ശിവാനി ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. ഹായ് അങ്കിൾ. അങ്കിളിത് എവിടെയുള്ളത്? ഇനി എത്ര നേരം എടുക്കും ഇങ്ങോട്ട് വരാൻ? ഇപ്പൊ വരും മോളെ. ഇതാ വരുന്നു. പെട്ടെന്ന് വരണേ. തൃശൂലും ശിവാനിയും അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ കിടക്കുന്ന ആരാ? ഇച്ഛാധാരി നാഗങ്ങൾ എന്റെ മക്കളുടെ രൂപത്തിൽ വന്നതായിരിക്കും. ആരുടെ രൂപത്തിൽ വന്നാലും ശരി, അവരെ ഞാൻ കൊല്ലാതെ വിടില്ല. ശിവാനി, എന്തുപറ്റി? എന്താ പെട്ടെന്ന് സൈലന്റ് ആയി പോയത്? ഒന്നുമില്ല, നീ പറയുന്ന കേട്ടോണ്ടിരിക്കായിരുന്നു. ശിവാനി, നമ്മൾ ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും മേലെ ആരുടെയും കണ്ണു വീഴരുത്.
പരമേശ്വര, ഇവിടെ വലിയ അപകടം നടക്കുന്നുണ്ട്. നിന്റെ ഭക്തർ 2 പേർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഗരുഡ ലോകത്തുള്ളവർ ആദിശേഷന്റെയും ശിവാനിയുടെയും മേൽ പോരെടുക്കാൻ വരുന്നുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല. നീ ഇപ്പോൾ അവരെ രക്ഷിച്ചില്ലെങ്കിൽ അവരുടെ പ്രാണൻ നഷ്ടമാവും. നീ തന്നെ അവരെ രക്ഷിക്കണം. മഹാദേവ, നിന്നെ കൊണ്ട് ഇന്ന് ആദിശേഷന്റെയും ശിവാനിയുടെയും പ്രാണൻ രക്ഷപ്പെട്ടു. അവരെ അവിടെ നിർത്തി അവരുടെ പ്രതിച്ഛായയെ അയച്ച് ഗരുഡ ലോകത്തിന് സംശയം വരാത്ത പോലെ നീ അവരെ കാത്തു. ഗരുഡ ലോകത്തുള്ളവർ പോരെടുത്താലും ആദിശേഷന്റെയും ശിവാനിയുടെയും പ്രാണന് ഒരബദ്ധമുണ്ടാവില്ല. ഇതവർ അറിയുകയുമില്ല. നിനക്കെന്റെ നന്ദി. എന്തുപറ്റി മുതലാളി? തൃശൂലും ശിവാനിയും അവിടെ അമ്പലത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്നത് ആരാ മുതലാളി? അന്ന് നമ്മൾ ഇതേ നാഗവനത്തിൽ വെച്ച് ആദിശേഷനെ മാത്രമല്ലേ കൊന്നത്? ഇപ്പൊ നമുക്ക് അവന്റെ പ്രണയിനിയെയും കൂടെ ചേർത്ത് കൊന്നുകളഞ്ഞേക്കാം.